മൻഹജു സലഫ്, അതായത് മുൻഗാമികളുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അഹ്ലുസുന്ന ആവുക എന്ന് സൂചിപ്പിച്ചു. പലപ്പോഴും സലഫുകളുടെ പാത പിന്തുടർന്നവരെന്ന് പറയുമ്പോൾ പറയുന്ന ആളുകൾ തന്നെ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അങ്ങനെ കാണുന്നില്ല എന്നൊരു വിമർശനം ഉയരാറുണ്ട്. പ്രത്യേകിച്ചും ഖുതുബയുടെയൊക്കെ ഭാഷയിൽ ആ ചർച്ച കാണാൻ സാധിക്കും. ഖുതുബ എന്തുകൊണ്ട് അറബിയിൽ പറയുന്നില്ല എന്നൊക്കെ ഒരു ചോദ്യം വരാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആ ഒരു വിഷയത്തോട് പ്രതികരിക്കാൻ സാധിക്കുക? സുന്നികളും മുജാഹിദുകളും എല്ലാവരും നടത്തുന്ന വെള്ളിയാഴ്ചത്തെ പ്രഭാഷണം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ്, സ്വഹാബത്തിൻ്റെ നടപടിക്രമം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഏത് വിഷയത്തിലും എന്ന പോലെ ഹക്കും ബാത്തിലും നെല്ലും പതിരും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായൊരു ഹദീസിൽ കാണാം, കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച 2 ഖുതുബ നിർവഹിച്ചിരുന്നു. സുന്നി പള്ളികളിലും മുജാഹിദ് പള്ളികളിലും സലഫി പള്ളികളിലൊക്കെ 2 ഖുതുബയുണ്ട്. യജ്ലിസു ബൈനഹുമ, ആ 2 ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ചിരുന്നത് ഒന്ന് ഇടയിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തുന്ന ഖതീബ് ഒരു ഖുതുബക്ക് ശേഷം ഒന്ന് ഇരിക്കും, എന്നിട്ട് 2ാമത് ഖുതുബ നടത്തും. അതിൽ സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും എല്ലാവർക്കും ആ സുന്നത്ത് കിട്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചെയ്തതോ വയഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതും. അതും ഈ പറഞ്ഞ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ വയുദക്കിറുന്നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി സമൂഹത്തെ ഉത്ബോധിപ്പിക്കും, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ഉത്ബോധിപ്പിക്കും. അപ്പോൾ ഖുതുബ ഉത്ബോധനമാണ്. ഉത്ബോധനമാകണമെങ്കിൽ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് അത് തിരിയുന്ന ഭാഷയിലായിരിക്കണം. ഇത് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളാരും ഇന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ തയ്യാറല്ല. നമ്മളാരും കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യാൻ തയ്യാറല്ല. കാരണം അതിനേക്കാൾ ആ ലക്ഷ്യം നേടിത്തരുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസലിയായ അടിസ്ഥാനപരമായ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി മതം വിലക്കാത്ത മറ്റു മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം വയുദക്കിറുന്നാസ്, മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനം കിട്ടുക എന്നതാണ്. അവരിൽ പലിശ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഗീബത്തും നമീമത്തും പറയുന്ന ആളുകൾ ഉണ്ടാകും, മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാകും, അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് കേവലം ഒരു വഅളാണ് എന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അറബിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ഭാഷയിൽ സംസാരിച്ചാൽ ഉത്ബോധനമാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലൂടെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക്, പടച്ച റബ്ബിനെ സംബന്ധിച്ച് ഉണർത്തുന്ന കാര്യങ്ങളിലേക്ക് സമൂഹത്തോട് ധൃതിപ്പെട്ടു വരുവാനാണ് ഖുർആൻ ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമം, സ്വഹാബത്തിൻ്റെ രീതി പരിശോധിച്ചാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അഥവാ ശ്രോതാക്കൾക്ക് തിരിയാത്ത ഭാഷയിൽ ഏതെങ്കിലും സമയത്ത് ജുമുഅ നടത്തിയ വല്ല തെളിവുകളുമുണ്ടോ എന്നാണ് ഇത്തരം ആളുകളോട് നമുക്ക് ചോദിക്കുവാനുള്ളത്. അങ്ങനെ വരുമ്പോൾ തൗഹീദ് പഠിപ്പിക്കാൻ, സുന്നത്ത് പഠിപ്പിക്കാൻ, നിസ്കാരത്തെക്കുറിച്ച് ഉണർത്താൻ, സുന്നത്ത് നോമ്പുകളെ പറ്റി ഉണർത്താൻ, ദീനിയായ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തെരഞ്ഞെടുത്ത ആ ജുമുഅ ഖുതുബ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം. അതാണ് അവിടുത്തെ അഹ്ലുസുന്നയുടെ രീതി. അതാണ് ഇസ്ലാമിക ലോകത്തെ സച്ചരിതരായ മുൻഗാമികളൊക്കെ അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. മലയാളികളായ ആളുകൾക്ക് മലയാളത്തിലാണ് മനസ്സിലാവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ മലയാളത്തിൽ ഖുതുബ പറയും. ഇനി എല്ലാവരും അറബി ഭാഷ പഠിച്ച, അറബി ഭാഷ അറിയാവുന്ന ആളുകളാണെങ്കിൽ അറബി ഭാഷയാക്കുന്നത് കൊണ്ട് ആർക്കും ഒരു തടസ്സമില്ല. നമ്മൾ ഒന്നാമതായി അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ആ വിഷയത്തിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട സംഗതി.